നിങ്ങൾ അമ്പിയാക്കൾക്കിടയിൽ നിങ്ങൾ സെലക്ട് ചെയ്യണ്ട, നിങ്ങൾ മൂസാ നബിയേക്കാൾ എന്നെ ബഹുമാനിക്കണ്ട. എത്ര അർത്ഥവത്തായ വാക്കാണ്. മൂസാ നബിയേക്കാൾ എനിക്ക് ബഹുമാനില്ലാന്നല്ല പറഞ്ഞു, മൂസാ നബിയേക്കാൾ എനിക്ക് ബഹുമാനില്ലാന്നല്ല പറഞ്ഞു. നിങ്ങളുടെ പറഞ്ഞ കളവായി പോകും, അത് സത്യത്തിന് നിരക്കാത്ത കഴിയും, വസ്തുതയ്ക്കെതിരാവും. മൂസാ നബിയേക്കാൾ എനിക്ക് ബഹുമാനില്ലാന്നുള്ള റസൂൽ പറഞ്ഞില്ല. റസൂൽ പറഞ്ഞ എന്താണ്? ലാ തുഖയ്യിറൂനി ലാ തുഖയ്യിറൂ ബൈനൽ അംബിയാ, ലാ തുഫദ്ദിലൂ ബൈനൽ അംബിയാ, അല്ലെങ്കിൽ ലാ തുഫദ്ദിലൂനി ബൈനൽ അംബിയാ, ലാ തുഫദ്ദിലൂനി അലാ മൂസാ. മൂസാ നബിയേക്കാൾ നിങ്ങൾ എന്നെ ബഹുമാനിക്കണം. നിങ്ങളെ ബഹുമാനം അങ്ങാടിക്ക് തനിണ്ടാക്കുന്ന ബഹുമാനാണ്. നിങ്ങളെ ബഹുമാനം എന്ന് പറഞ്ഞാൽ അങ്ങാടിക്ക് തനിണ്ടാക്കുന്ന ബഹുമാനം. അങ്ങനെ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരെ തമ്മിലടിക്കുന്ന ബഹുമാനമല്ല ബഹുമാനിക്കേണ്ടത്. രാഷ്ട്രത്തിലെ പൗരന്മാരെ മനസ്സ് സംസ്കരിക്കുന്ന ബഹുമാനമാണ് വേണ്ടത്, തമ്മിലടിക്കുന്ന ബഹുമാനമല്ല. തമ്മിലടിക്കുന്ന ബഹുമാനമല്ല. അതാ നിങ്ങൾ ബഹുമാനിക്കേണ്ട. അള്ളെന്നെ ബഹുമാനിച്ചിട്ടുണ്ട്, അള്ളെന്നെ ബഹുമാനിച്ചിട്ടുണ്ട്, എനിക്ക് ബഹുമാനമുണ്ട്. നിങ്ങൾ ബഹുമാനിക്കേണ്ട. ഇതുപോലെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് നിങ്ങൾ തടയണ്ട. അത് തടയേണ്ട പോലെ ഞാനും അത് തടഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തടഞ്ഞിട്ട് അതാ കുഴപ്പമുണ്ടാക്കണ്ട എന്ന അർത്ഥത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ തടയണ്ട. ഭർത്താവ് നിന്നെ പള്ളിയിലേക്ക് വിടൂല, അപ്പൊ ഇവർ ഞാൻ എന്തായാലും പോകും, അല്ല നിന്നെ വിടൂല, ഞാൻ എന്തായാലും പോകും, അപ്പൊ അവിടെ കുടുംബത്തിൽ കുഴപ്പമുണ്ടാവും. അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ തടയണ്ട എന്നാണ് പറഞ്ഞ അർത്ഥമെന്ന് സാമൂഹികമായി ഗൗരിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കില്ലേ. അതേ രൂപമാണ് ഈ ഹദീസിലും. നിങ്ങൾ അതാ സെലക്ട് ചെയ്യേണ്ട, അള്ള സെലക്ട് ചെയ്യേണ്ട പോലെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കല്ല ബഹുമാനം തന്നിട്ടുമുണ്ട് എന്നതിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥം പറഞ്ഞിട്ടില്ല. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലയ്ക്ക് നിങ്ങൾ പറയാണ്, നിങ്ങൾ സെലക്ട് ചെയ്യണ്ട, നിങ്ങൾ മൂസാ നബിയേക്കാൾ എന്നെ ബഹുമാനിക്കണ്ട. എന്നിട്ട് അവിടുന്ന് പറയാണ്, അതാ എല്ലാ ജനങ്ങളും ഖിയാമത്ത് നാളിൽ ബോധം കെട്ട് വീഴും. എല്ലാ ജനങ്ങളും ഖിയാമത്ത് നാളിൽ ബോധം കെട്ട് വീഴും. എന്നാൽ അപ്പൽ മനസ്സിൽ സഖ്വലുള്ള ആദ്യമായി അതാ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന ആൾ ഞാനാണ്. ആദ്യം ബോധം തെളിയുന്ന ആളും ഞാനാണ്. അങ്ങനെ ആദ്യമായി തന്നെ ആദ്യമായി തെളിയുന്ന ആൾ ഞാനാണ്. അങ്ങനെ ഞാൻ ഒന്നാമതായി ഞാൻ ബോധം തെളിയുമ്പോൾ അരച്ചിന്റെ കാലും പിടിച്ച് മൂസാ നബിയോടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനാണ്, ആദ്യമായി ബോധം തെളിയുന്നത് ഞാനാണ്. പക്ഷെ അപ്പൊ മൂസാ നബി അവിടെ അരച്ചിന്റെ കാലം പിടിച്ച് നിൽക്കുന്നത് ഞാൻ കാണുന്നു. മനസ്സിലാതി ഞാനറിയുന്നില്ല മൂസാ നബി അലൈഹിസ്സലാം എന്റെ മുമ്പേ ബോധം തെളിഞ്ഞതോ അതല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പ് കാലത്ത് അള്ളാഹുവിനോട് ഒരു ദിവസം അള്ളാഹിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്താണ്, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല എന്നുള്ള പറഞ്ഞിരുന്നു. ആരും കാണൂല എന്നല്ല പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല എന്നാണ്. എന്താണ്, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല എന്ന് പറഞ്ഞിരുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂൽ എന്നെ കാണുന്നുണ്ട്. ഇരിക്കട്ടെ, എന്താണി എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർബന്ധം പിടിച്ചപ്പോ എന്നാ നിങ്ങൾ പർവ്വതത്തിലേക്ക് നോക്കിക്കോ. ആ പർവ്വതം നിങ്ങൾക്കത് നോക്കി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി അങ്ങോട്ട് കാണലോ കാണാതിരിക്കലോ അത് പിന്നീടാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ അല്ലാഹു തആല അവന്റെ തജല്ലിയേറ്റ് ആ പർവ്വതത്തിന്റെ സമീപത്തുണ്ടായപ്പോൾ പർവ്വതം ഇടിപൊടിയാകുകയാണ്. അതേ സമയത്ത് മൂസാ നബി ബോധം കെട്ടി വീഴുകയാണ്. അള്ളാനെ കാണാനുള്ള ആശ കൊണ്ട്, അള്ളാനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാനെ കാണാൻ ആശ പ്രകടിപ്പിച്ചപ്പോ അള്ളാനെ കാണാനുള്ള സന്തോഷത്തോടെയുള്ള ചോദ്യത്തിൽ അള്ളാനെ കാണാൻ വെമ്പൽ കൊണ്ടപ്പോ അള്ളാനെ സ്നേഹിച്ചിട്ടൊരു ബോധങ്ങളെ കേട്ടിട്ടുണ്ട് മൂസാ നബി. അതുകൊണ്ട് അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് ആ ബോധങ്ങളെ ക്യാൻസലാക്കിയതാണോ? ആഖിറത്തിൽ അങ്ങനെ ബോധങ്ങളിൽ വേണ്ട, കാരണം ദുനിയാവൊന്നും നടന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് മൂസാ നബിക്ക് ആ ബോധങ്ങളിൽ അല്ല ക്യാൻസലാക്കി കൊടുത്തതാണോ? അല്ല മൂസാ നബി ആദ്യം എഴുന്നേറ്റതാണോ? ഞാൻ അറിയുന്നില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇരിക്കട്ടെ, നിങ്ങൾ കണ്ടോ റസൂലുള്ളാഹിന്റെ സ്വഭാവം? ആവലാതി പറയാൻ വന്ന യഹൂദി, ആ യഹൂദിക്ക് വലിയ സമാധാനമായി പോയി, സന്തോഷമായി പോയി.
റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് തിരിച്ചു പോകുമ്പോ മൂസാ നബിയുടെ ബഹുമാനമല്ലേ റസൂലുള്ള പറയുന്നത് കേൾക്കുന്നത്? അടികിട്ടിയ വേദനയൊക്കെ പോയില്ലേ? റസൂലുള്ളാഹിന്റെ അനുയായികളുടെ വിഷമവും പോയില്ലേ? കാരണം നേതാവിന്റെ സ്വഭാവത്തിന്റെ മുമ്പിൽ യഹൂദിയുടെ മനസ്സ് തെളിഞ്ഞുപോയില്ലേ? സഹോദരന്മാരെ, അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. വെറും അനുകൂലികളെ മാത്രം അനുകൂലിക്കുന്ന സ്വഭാവമല്ല, അനുകൂലികളെയും പ്രതികൂലികളെയും മനസ്സ് പിടിച്ചു വെക്കുന്ന സ്വഭാവം. അതാണ് ഒരു നേതാവിനുണ്ടാകേണ്ടത്. അത് ഏറ്റവും മുൻപന്തിയിലുള്ള നേതാവാണ്. നിങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് ഉമ്മമാരെ, ഓ കാരണവന്മാരെ, ഓ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, ചെറുപ്പക്കാരികളെ, സ്വഭാവം നന്നാക്കണം. പെൺകുട്ടികൾ ഭർത്താവിന്റെ ബാപ്പാനെ ബഹുമാനിക്കണം, ഭർത്താവിന്റെ ഉമ്മാനെ ബഹുമാനിക്കണം, സ്വന്തം ബാപ്പയേക്കാൾ ആദരിക്കണം, സ്വന്തം ബാപ്പയേക്കാൾ ഭർത്താവിന്റെ ബാപ്പാനെ സ്നേഹിക്കണം, സ്വന്തം ഉമ്മയേക്കാൾ ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കണം, ഭർത്താവിന്റെ ഉമ്മാക്ക് ഹിദ്മത്തിന് വേണ്ടി തയ്യാറാകണം. അതേ സമയത്ത് ഉമ്മമാരെ, നിങ്ങളെ സ്വന്തം പെൺകുട്ടികളെക്കാൾ നിങ്ങളെ മക്കളുടെ ഭാര്യമാരോട് നിങ്ങൾ സ്നേഹം കാണിക്കണം. അവർ മറ്റൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികളെ പോലെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പെൺകുട്ടിക്ക് വീട്ടുജോലി അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വഭാവം നന്നല്ലെങ്കിൽ, നിങ്ങൾ തന്നെ സൗമ്യമായ നിലയ്ക്ക് നിങ്ങളെ സ്വന്തം മകളെ പോലെ കണ്ട് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നിനക്ക് തീരെ രോഗമാണ്, എപ്പോഴും രോഗമാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ മനസ്സ് വേദനിപ്പിക്കരുത്. അങ്ങനെ പാവപ്പെട്ട പെൺകുട്ടികൾ അക്രമം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ ഉമ്മമാരെ, പെട്ടുപോകരുതേ ചെറുപ്പക്കാരെ. ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ് കേട്ടോ. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കണമെന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാണ് കേട്ടോ. എവിടെയും സ്വഭാവം നന്നാക്കണം. പ്രായമുള്ളവരെ കണ്ടാൽ ആദരിക്കണം, കുട്ടികളെ കണ്ടാൽ കാരുണ്യം ചെയ്യണം, പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അനുയായികളായി ജീവിക്കുന്നവരാകാം. പക്ഷേ SIS-ന്റെ പ്രവർത്തകരോട്, SSF-ന്റെ പ്രവർത്തകരോട് എപ്പോഴും പറയാറുള്ളത് പോലെ പറയട്ടെ, നമ്മളൊരിക്കലും മാലിന്യങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, തെളി പറയരുത്, തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസ്സാരപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ എപ്പോഴും ബഹുമാനിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ പഠിച്ച പണ്ഡിതന്മാരെ ആദരിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാപരമായ ഭിന്നിപ്പുകളോ എടുത്തു കാട്ടി ആരിമീങ്ങളെ ദൈവത്തുകൊണ്ട് അതാ ആരിമീങ്ങളെ മാംസം നിന്ന് ജീവിക്കുന്നവരിൽ നമ്മളാരും പെട്ടുപോകരുത്. നമുക്ക് അല്ലാഹു തന്ന നാവ് ഒരു ദിക്റിങ്ങനെ കൂടുതൽ ചൊല്ലാൻ കഴിയും, ഒരു ഖുർആനിങ്ങനെ കൂടുതൽ ഓതാൻ കഴിയും, അതേ 10 സലാത്തെങ്കിലും എനിക്കിങ്ങനെ കൂടുതൽ ചൊല്ലാൻ കഴിയും, എനിക്കെന്റെ ജീവിതം ഇങ്ങനെ ക്രമീകരിക്കാൻ കഴിയും. എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് അവൻ സൽക്കർമ്മം ചെയ്യുന്നു, അവൻ നല്ലത് ചെയ്യുന്നുണ്ട്, തെറ്റായത് ചെയ്യാനില്ല. നല്ല കാര്യത്തിൽ പരസ്പരം സഹകരണമുണ്ട്, തെറ്റായ കാര്യത്തിൽ ശത്രുതയുണ്ടാക്കുന്നതിൽ ഒരു സഹകരണത്തിലുമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പെടുത്ത സമയമാണ്, തെരഞ്ഞെടുപ്പെടുത്ത സമയമാണ്. പലരുടെയും ധാരണ 5 കൊല്ലത്തിലൊരു 3 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് ആർക്കാ വോട്ട് ചെയ്യേണ്ടത്, ഏതാ പാർട്ടിയാകേണ്ടത്, ഇത് തീരുമാനിച്ചാൽ സമുദായത്തിന്റെ പ്രശ്നം തീർന്നു എന്നാണ് പലരുടെയും ധാരണ. ഇന്നറിയ ഓ സഹോദര, തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നീ അയൽവാസിയുമായി തല്ലുണ്ടാക്കണ്ട, നിന്റെ അയൽവാസിയുമായി നീ കല്ലെറിയണ്ട, നിന്റെ അയൽവാസിയെ നീ പിണങ്ങണ്ട, നിന്റെ കുടുംബബന്ധം നീ മുറിക്കണ്ട, നീ ആദരിക്കുന്നവരോട് ആദരവ് നീ നശിപ്പിക്കണ്ട. ദുന്യാവിന് വേണ്ടിയുള്ള കടിപിടി നടക്കുമ്പോ, ദുന്യാവിന്റെ സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുമ്പോ
അന്യന്റെ ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടി നിന്റെ ആഹാരം കളയണ്ടോ? ഏതോ ഒരു മനുഷ്യൻ 5 കൊല്ലത്തേക്ക് എന്തോ ഒരു വിജയം കിട്ടുമെന്നതിന് വേണ്ടി നീ ആഹാരം നഷ്ടപ്പെടുത്തണ്ട. നീ ഓർത്തോളണം. ലാത്തൂന് പദമി ആദമഹക്കാൻ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പടച്ചവന്റെ കോടതിയിൽ നിന്നൊരൊറ്റ ബോണ്ടയും കാര്യം നീക്കിവെക്കുക സാധ്യമല്ല. അത് റബ്ബിന്റെ കോടതിയാണ് കേട്ടോ. അവിടെ അതാ കൈക്കൂലി കൊണ്ട് രക്ഷപ്പെടൂല. നീതിയും അനീതിയും നോക്കാതെ അതാ ജഡ്ജി മധ്യസ്ഥം പറയുന്ന കോടതിയല്ല. അതേ അവകാശം ആരതാണെന്ന് നോക്കാതെ എന്താണ് അവിടെ നടന്നതെന്ന് നോക്കാതെ മധ്യസ്ഥം പറയുന്ന ജഡ്ജിയല്ല. അല്ലെങ്കിലോ സഹോദരന്മാരെ, അതേ വലിയ വലിയ തുടുപ്പവും വലിപ്പവുമുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ ഒറ്റ മനുഷ്യൻ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ഒറ്റ മനുഷ്യന്റെ പേരിൽ അതാ വിധിക്കുന്ന ജഡ്ജിയല്ല. അതെ അതെ, ഒരു വലിയ മനുഷ്യനെ ഒരൊറ്റ മനുഷ്യൻ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു പറഞ്ഞാൽ അതൊന്നോ തലയിൽ കയറുന്നു. അല്ലാഹുവേ, തെറ്റ് ചെയ്യാത്തവരെ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ അവരെയൊക്കെ ഇന്ന് സലാമത്താക്കണേ റഹ്മാനേ. തെറ്റ് ചെയ്യാത്തവരെ മുഴുവൻ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, അവിടെ വക്കീലിനെ വെച്ച് വാദിക്കുന്ന കോടതിയല്ല. അവിടെ തറവാട്ടിന്റെ മഹിമ പറയാൻ പറ്റുന്ന സ്ഥലമല്ല. അവിടെ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, ഞാൻ ഭരിക്കുന്ന പാർട്ടിയാണെന്നോ പ്രതിപക്ഷത്തിന്റെ ആളാണെന്നോ പറയാൻ പറ്റുന്ന സ്ഥലമല്ല. മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന ദിവസമാണത്. നന്മയുടെ റിക്കാർഡുകൾ വിതരണം ചെയ്യുന്ന ദിവസമാണത്. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതി മുഴുവൻ ആളുകൾക്കും പോകാനുണ്ടല്ലോ സഹോദരന്മാരെ. ആ റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ എല്ലാ സമയത്തും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അഞ്ച് കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യപ്പെടാതെ ഒരൊറ്റ മനുഷ്യന്റെ കാലും നീക്കിവെക്കാൻ സാധ്യമല്ല. നിന്റെ യുവത്തിന്റെ ആയുഷ്യകാലം നീ ഏത് വിഷയത്തിൽ ചെലവഴിച്ചു എന്നാണ് റബ്ബിന്റെ ചോദ്യം. ഏതോ ഒരു മനുഷ്യന്റെ അധികാരത്തിന് വേണ്ടി നിന്റെ കാലം മുഴുവൻ കഴിച്ചുകൂട്ടി എന്നാണോ നമ്മളെ മറുപടി? അല്ല. അല്ലാഹുവേ, നിസ്കരിക്കാത്ത ഒരു മനുഷ്യന് നിസ്കാരം പഠിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് അറിയാത്തൊരു മനുഷ്യന് ഞാനതാ 10 CD വിതരണം ചെയ്ത് ഞാൻ കുറെ ആളുകളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവന്നു. ഞാനൊരു പ്രസംഗം നടത്തിയിട്ട് കുറെ ആളുകൾക്ക് സുന്നത്ത് ജമാഅത്ത് വിവരിച്ചു കൊടുത്തു. പടച്ചറബേ, കണ്ടുപിടിക്കുന്ന മനുഷ്യനെ ഞാൻ അതിൽ നിന്ന് മുക്തനാക്കിയെടുത്തു. റബ്ബേ, വേണ്ടാത്തതിന് പോകുന്ന പലരെയും ഞാൻ നന്നാക്കിയെടുത്തു എന്ന് പറയാൻ വെക്കണം ചെറുപ്പക്കാരാ. അല്ലെങ്കിൽ SYSന്റെ പ്രവർത്തകനാകണം, SSFന്റെ പ്രവർത്തകനാകണം. നീ കാണുന്ന പാർട്ടിയുടെ പിന്നാലെ പോയി ഏതോ മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി നിന്റെ നിസ്കാരം ഉളവാക്കി നീ അതാ ദീപത്തും ഗരീബത്തും വിജയം പ്രസാദം പറഞ്ഞ് ഈ പാർട്ടിയുടെ ആളായി തിരിഞ്ഞങ്ങ് നീങ്ങിപ്പോയാൽ നിനക്കുണ്ടോ റബ്ബിന്റെ മുമ്പിൽ നിന്റെ ആയുസ് എവിടെയാ ചെലവഴിച്ച് കിട്ടുമെന്ന് പറയുമ്പോ, റബ്ബേ, ഞാനിതാ ഒന്നുകിൽ ഇടതിന് വേണ്ടി അല്ലെ പലതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്നവല്ല വിജയത്തിന് വേണ്ടി ഇന്നവല്ല പരാജയത്തിന് വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ചു. അല്ലാ, സുബിന്റെ സമയത്ത് ഞാൻ എഴുന്നേൽക്കാറില്ല, താല്പര്യം ഞാൻ എഴുന്നേറ്റിട്ടില്ല, ഇത്ര നിസ്കരിക്കാൻ എനിക്ക് നേരം കിട്ടാറില്ല, വെള്ളിയാഴ്ച രാവിലോ പകല്ലോ അൽക്കൽ പോതാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല, അലാത്തിയെല്ലാം ഞാൻ സമയം കണ്ടിട്ടില്ല, ഞാൻ അപ്പോഴൊക്കെ ഏതെങ്കിലും പെണ്ണിനെ തലയിട്ട് നടക്കുകയായിരുന്നു എന്ന് പറയുന്ന പഠനത്തിലേക്ക് ഒരു SYSകാരൻ നീങ്ങിപ്പോകരുത്, ഒരു SSFകാരൻ നീങ്ങിപ്പോകരുത്. യാത്രസൂറും പദമറിയാതെ മഹത്തായ സംശയം നിന്റെ ആയുസ് നീ എവിടെയാ ചെലവഴിച്ച് നശിപ്പിക്കുന്നത്? ഇവർക്ക് നീ ഏത് വിഷയത്തിലാ ദ്രവിപ്പിച്ച് നശിപ്പിക്കുന്നത്? നീ ഉണ്ടാക്കുന്ന സ്വത്ത് നീ എങ്ങനെയാ ഉണ്ടാക്കിയത്? കഷ്ടിട്ടുണ്ടാക്കിയതാണോ? അല്ല നീ വ്യഭിചരിച്ചുണ്ടാക്കിയതാണോ? നീ പലിശ വാങ്ങിയതാണോ? മറ്റൊരുത്തിന്റെ ഹക്ക് പിടിച്ചെടുത്തതാണോ? നീ അതാ ഏത് വിധത്തിലാണ് നീ ഉണ്ടാക്കിയത്? വരവിന്റെ കണക്കുറോത്തിന്റെ മുമ്പിൽ നീ കാണിക്കേണ്ടതുണ്ട്. പോരാ,
നീ എങ്ങനെയാണത് ചെലവഴിച്ചത്? നീ ഹറാമിന് വേണ്ടിയാണോ പണം ചെലവഴിച്ചത്? പടച്ചവന്റെ മുമ്പിൽ നീ കണക്ക് പറയേണ്ടതുണ്ട്. പഠിച്ചതനുസരിച്ച് എന്താണ് പ്രവർത്തിച്ചതെന്ന് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. ആ സമയത്ത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചുവെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, അത് അല്ലാഹുവിലേക്ക് തിരിക്കുക. അതാണ് സൽക്കർമ്മം ചെയ്യണം, സൽക്കർമ്മം ചെയ്യണം, മനസ്സല്ലാഹുവിലേക്ക് തിരിക്കണം, സൽക്കർമ്മം ചെയ്യണം. ഞാൻ പരിപൂർണമായി എന്റെ റബ്ബിന് കീഴ്പ്പെട്ടവനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തിൽ തെളിയിക്കാൻ കഴിയണം. അവനാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ സമ്മാനം കേട്ടോ. ആ സമ്മാനമാണ് ഔലിയാക്കൾക്ക് ലഭിക്കുന്ന സമ്മാനം. അവരെ ഖൽബ് റബ്ബിലേക്ക് തിരിച്ചതുകൊണ്ട് തന്നെ അവരെ നാവിലെപ്പോഴും അല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അവരതാ എന്ത് തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹ്, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്, എന്ത് മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹ്, ഏത് സന്തോഷം കണ്ടാലും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്ത് പറയുമ്പോഴും ഇൻഷാ അല്ലാഹ്. അവർ അല്ലാഹ് 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 എവിടെയും നാട്ടിന്റെയാണ്. അവർക്ക് എപ്പോഴും പറയാനുള്ളത് അല്ലാഹ്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. അവർക്ക് ഹു എന്ന് പറഞ്ഞാൽ അള്ളയാണ്, അന്ത 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 പറഞ്ഞാൽ അള്ളയാണ്. അതെ, അതല്ലേ ഔലിയാക്കൾക്ക് ഞാനില്ല അള്ളാ, ഞാനില്ല അള്ളാ, എന്ത് ഞാനില്ല, ഞാനില്ല. കാരണം ഞാനിവിടെ മുമ്പുണ്ടായിരുന്നില്ല, നാളെ ഞാനിവിടെ ഉണ്ടാകുകയില്ല. ഇപ്പോഴും ഞാൻ സ്വയം നിലനിൽപ്പുള്ളവനല്ല. ഞാൻ നിന്നെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നീ നിർത്തുന്നോണ്ട് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ ഉള്ളതിൽ പറയേണ്ടതില്ല. ഞാനില്ല, ഇല്ല അന്ത അന്ത, നീ മാത്രമേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. അതാണ് സഹോദരന്മാരെ, പറഞ്ഞില്ലേ, അവരസറുകളിലേക്ക് അവർക്ക് നോട്ടമില്ല, മുഅത്തിറായ റബ്ബിലേക്കാണ് അവരെ നോട്ടം. അതുകൊണ്ട് തന്നെ അവനല്ലാതെ ഉള്ളവരില്ല, അവനെ അല്ലാതെ കാണാനില്ല, അവനെ അല്ലാതെ മനസ്സിൽ തോന്നുന്നില്ല, അവനിലേക്കല്ലാതെ മനസ്സ് തിരിയുന്നില്ല. അവരാണ് സഹോദരന്മാര്. അലാകുല്ലു ما خلى الله باطل وكل علم الله محل تزائل. അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞ മഹാന്മാർ, അവർക്ക് ഈ ലോകത്തൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവർക്കൊരു വിഷയത്തിലും മുഷിപ്പില്ല, അവർക്ക് ടെൻഷനില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരുടെ കൽബിൽ അല്ലാഹു നിറഞ്ഞു നിൽക്കുന്നു. അഥവാ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവരുടെ കൽബിൽ നിറഞ്ഞു നിൽക്കുന്നു. അവരല്ലാഹുവിനെ സ്നേഹിച്ചു, അല്ലാഹുവിനെ സ്നേഹിച്ചവരുള്ള നിർദ്ദേശം ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിയേ പറയൂ, അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ എന്നെ സ്നേഹിച്ച് എന്നെ പിന്തുടർന്ന് യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ പ്രിയം വെക്കും കേട്ടോ. അല്ലാഹു ഒരു മനുഷ്യനെ പ്രിയം വെച്ചാൽ അവന് നടക്കാത്ത കാര്യമില്ല, കിട്ടാത്ത വിജയങ്ങളില്ല, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടാത്ത രംഗങ്ങളില്ല.
ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله ഈമാൻ സൽക്കർമ്മമുള്ളവർക്കാണ് ദുആഉത്തരം. അവന്റെ ചോദ്യം വൈൻസാലീനവൃത്തി എന്നോട് ചോദിച്ചാൽ അല്ല നടക്കൂല, അഭയം തേടിയാൽ അല്ല നടക്കൂല. ആ ഒരു സ്ഥാനമാണ് അല്ലാഹുവിന്റെ സജ്ജനങ്ങൾക്ക് അല്ല കൊടുത്തത്. ആ മഹാന്മാരുമായി ബന്ധപ്പെടുന്നത് അല്ലാഹുവിനെ കടുക്കാനാണ്, അള്ളയുമായി ബന്ധപ്പെടാനാണ്.